വാട്സപ്പ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു ചാലഞ്ചായിട്ടോ ബാക്കി എന്തോ ആയിട്ടോ അല്ല. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ബുക്ക് കാണാനാണല്ലേ. ആണ്, അത് ഞാനാ പറയുന്നത്. ഓക്കെ, സോ എൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അല്ല, ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഞാനിന്ന് എൻ്റെ ഒരു ബുക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറ്റുമെങ്കിൽ മേടിച്ചോ, പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു. നിങ്ങളെങ്കിലും മേടിക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ബുക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ചാനലിനകത്ത് എല്ലാവിധ കണ്ടൻറ് ഇടുമെന്ന് പറഞ്ഞിട്ടും നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് നമ്മുടെ ചാനലിൻ്റെ ഹിസ്റ്ററി പോലും നമ്മൾ ചെയ്തിട്ടില്ല. സോ നമുക്ക് 10 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കയറാറായി. അന്ന് നമ്മളൊരു കിടുക്കാച്ച് ഗെയിമിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഗൈസ്, അതുവരെ എല്ലാവർക്കും എന്ന് പറയാൻ ആയിട്ടില്ല. കാരണം നമ്മുടെ ബുക്കിൻ്റെ സാധനം ഞാൻ കാണിച്ചിട്ടില്ല. ബുക്ക് പറഞ്ഞ പോലെ ബുക്കിൻ്റെ പേരാണ്. സോ ബുക്കിൻ്റെ പേര് ഞാൻ പറയാം. ഒരു മിനിറ്റ് ഇച്ചിരി സമയം എടുക്കണം ആ ബുക്കൊന്ന് എടുക്കാൻ. നിങ്ങൾ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഗൈസ്, ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ എങ്ങാണ്ട് ഞാൻ ചുരുക്കി എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, എൻ്റെ കയ്യിൽ ബുക്ക് കിട്ടി ഗൈസ്. ഗൈസ്, എൻ്റെ കയ്യിൽ ബുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ബുക്ക്. കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്, ഇതാണ് എൻ്റെ ബുക്ക്. ഗൈസ്, ഞാൻ ഈ ബുക്കെല്ലാം വായിച്ച് തീർത്തൊരു ബുക്കാണ്. ബുക്ക് പേര് പരംവീർ ചക്ര, ഒരു അമർ ചിത്രകഥ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ബുക്കാണിത്. പരംവീർ ചക്ര. കണ്ടോ ഗൈസ്, നല്ല ആർട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ? സോ ഗൈസ്, നമ്മൾ ഈ ബുക്കിലോട്ട് കയറി നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇവിടെ കണ്ടോ? സോ ഗൈസ്, ഈ ബുക്കിനകത്ത് എന്തുവാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പട്ടാളക്കാരുടെ കഥകളാണ്. എന്നുവെച്ചാൽ നമുക്കിങ്ങനെ രോമാഞ്ചം വരുത്തൊന്നും എനിക്ക് വന്നിട്ടില്ല, നിങ്ങൾക്ക് വരുമെന്ന് എനിക്കറിയത്തില്ല. സോ ഇതൊക്കെ വായിക്കുമ്പം നമ്മൾ ആക്ഷനാണ്. ഈ ബുക്ക് ഫുൾ അടിയാണ്. കണ്ടോ ഐ മീൻ ഇതല്ല, ഇത് കണ്ടോ ഐ മീൻ ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ? എല്ലാം കണ്ടോ? നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അത് മതി. സോ ഗൈസ്, ഇത് ഫുൾ അടിയാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസിൻ്റെ ടോപ്പ് സാധനമാണിത്. സോ നിങ്ങൾ ഈ ഒരു ബുക്കിനകത്ത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പോയി ഈ ബുക്ക് മേടിക്കുക. ഓക്കെ. സോ അത്രയും എൻ്റെ വീഡിയോ ഇതിനകത്ത് കൂടെ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഈ ബുക്ക് ഫുൾ അടിയാണ്. സോ ഈ കോമഡി ബുക്സ് ഇഷ്ടപ്പെടുന്നവർ ഈ വരി വഴാതിരിക്കുക. കോമഡി ബുക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ആക്ഷൻ ബുക്സിൻ്റെ ജേണലിലോട്ട് കിടക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്നൊരു ന്യൂ സാധനം വരുമ്പം അവർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. എനിക്കങ്ങനെ ദഹിച്ചിട്ടില്ല. ഞാൻ പണ്ടൊരു കോമഡി ബുക്സ് ഫാനായിരുന്നു. ജെറോണിമോ സ്റ്റിൽട്ടൺ എന്ന് പറയുന്ന ഒരു കോമഡി ബുക്ക് സീരീസൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ അത് എല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഈ പരംവീർ ചക്ര ഞാൻ വായിച്ചു തുടങ്ങി. എനിക്ക് ചാപ്റ്റർ 1 എനിക്ക് വായിച്ചപ്പോൾ അത്ര ദഹിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങ് ഓക്കെ വരും. എനിക്ക് വന്നായിരുന്നു. സോ നിങ്ങൾക്ക് വരുമെന്ന് എനിക്കറിയത്തില്ല. സോ കോമഡി ബുക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു ബുക്കുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നെ കൊണ്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ബുക്കിൻ്റെ പേര് ഈ ബുക്കല്ലേ ഗൈസ്, ഈ ബുക്ക് ഞാൻ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യും. വീരകഥയാണ്. ഈ സോൾജേഴ്സിൻ്റെയൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ബുക്കാണോ എന്ന് ചോദിച്ചാൽ അത്ര അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തില്ല. പക്ഷെ നമുക്ക് വായിച്ചിരിക്കാം, കണ്ടിരിക്കാം. ഈ നോളജൊക്കെ നമുക്ക് കിട്ടും. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരുടെ സ്റ്റോറിയല്ലേ. അപ്പം ഇങ്ങനെയാണ് മിലിറ്ററിയുടെ ഒരു ഹിസ്റ്ററിയും നമുക്ക് മനസ്സിലാവും. കുറേ വീരചക്രങ്ങളുടെ കഥയാണിത്. സോ അതെല്ലാം കണ്ട് എനിക്ക് ദഹിച്ചായിരുന്നു. പിന്നെ ചില സ്ട്രോങ് വേർഡ്സൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സ്ട്രോങ് വേർഡ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇച്ചിരി കട്ടിയായിട്ടുള്ള വേർഡുകൾ, നമുക്ക്
മനസ്സിലാവാത്ത ഇച്ചിരി വേർഡുകളുണ്ട്. എനിക്ക് എന്തോ പറയണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എല്ലാം മറന്നുപോയി. ഞാൻ പണ്ട് വായിച്ച ബുക്കാണ്. ഞാൻ വേറെ കണ്ടൻറ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് കിട്ടിയുള്ളൂ. അതാണ് ഞാൻ ഇതെടുത്തങ്ങ് ചെയ്തത്. എൻ്റെ ബുക്ക് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിരിക്കുവാണ്. സോ അതിൻ്റെ അവസ്ഥ ഇപ്പം ഇച്ചിരി ക്രൂഷ്യലാണ്. എൻ്റെ കയ്യിലുള്ള പരംവീർ ചക്രയുടെ കുറേ നാളായി മേടിച്ചിട്ട്. അപ്പോൾ നിങ്ങളും ഈ ബുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പരംവീർ ചക്ര, ആ അമർ ചിത്രകഥ എക്സ്ക്ലൂസീവ്. കണ്ടോ എല്ലാം കണ്ടല്ലോ, ലൈവായിട്ട് കണ്ടല്ലോ. എന്നാൽ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ പരംവീർ ചക്ര നിങ്ങൾ കണ്ടോ ഇനി ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിക്കും. കണ്ടോ എല്ലാം കാണിച്ചല്ലോ. ഓക്കെ, കണ്ടോ ഗൈസ്, കണ്ടോ? ഇതാണ് പരംവീർ ചക്ര. പൊളി പുസ്തകമാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫുള്ള് കണ്ട് കാണത്തില്ല പ്രോപ്പർലി. കണ്ടോ ഫുൾ അടിയല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഫുൾ അടിയാ ഗൈസ്. സോ ഈ അടി പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കണമെന്നുള്ളവർക്ക് എൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക. നമ്മൾ ആഴ്ചയിലൊരിക്കലൊക്കെ ഇങ്ങനെ ബുക്ക് കണ്ടൻറ്റൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ ചാനലിൽ എങ്ങർ ബോയ് പ്രോഗ്രാംസ് എന്നൊക്കെ പേരിട്ടത്. അതിനൊരു യൂസ് വേണ്ടേ? യൂസ് വേണ്ടേ ആ ഒരു പേരിന്? ആ പേരിന് നമ്മൾ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. ആ പേരിന് ഒരിക്കലും തള്ളിക്കളയരുത്. കാരണം ആ പേരിനനുസരിച്ചിട്ടാണ് ഈ ചാനൽ പോകുന്നത്. എന്നാൽ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയണ്ട. കാരണം നമ്മൾ ഈ ഇടയ്ക്ക് ഗെയിമിംഗ് വീഡിയോസ് മാത്രമായിരുന്നു. എല്ലാ ദിവസവും ഇല്ലായിരുന്നു നമ്മൾ ഗെയിമിംഗ് വീഡിയോസ്. ആഴ്ചയിൽ ഒരിക്കലിടുന്ന ഗെയിമിംഗ് വീഡിയോസ് മാത്രമായിരുന്നു ഈ ഇടയ്ക്കായിട്ടുള്ളത്. സോ അതിൽ നിന്നൊരു ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരംവീർ ചക്ര എന്ന് പറയുന്ന ഈ ഒരു നല്ല ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തത്. ഓക്കെ, സോ ഗൈസ് അത്രയേ ഉള്ളൂ. പരംവീർ ചക്ര എന്ന് പറയുന്ന ബുക്ക് ആക്ഷൻ ഫാൻസിനും കോമഡി ഫാൻസിനും ഈ ആക്ഷൻ ബുക്സൊക്കെ വായിക്കണമെന്നുള്ളവർക്കും കോമഡി ഫാൻസിനും ജസ്റ്റ് ഒരു ആക്ഷൻ ബുക്സിൻ്റെ ഒരു നോളജ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഷുവറാണ്. എനിക്ക് 99% ഷുവറായിട്ട് എനിക്ക് ആദ്യമായിരുന്നു. പിന്നെ 100% എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി ഈ ഒരു പരംവീർ ചക്ര. ഈ ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബുക്കായിരുന്നു. സോ ഈ ബുക്കിൻ്റെ മാനം ഈ ബുക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പോഴും പോയിട്ടില്ല. ഈ ബുക്ക് വായിക്കാത്ത കുറേ ആൾക്കാർ ഇന്ത്യയിലുമുണ്ട്, ബാക്കി രാജ്യങ്ങളിൽ കാണും. ദാറ്റ് ഡസ് നോട്ട് കെയർ. ബട്ട് ഇന്ത്യയിലുള്ളവർ കുറച്ച് പേരുണ്ട് ഈ ബുക്കൊക്കെ വായിക്കാത്തവർ. സോ ഈ അമർ ചിത്രകഥ എന്ന് പറയുന്ന കമ്പനി കുറേ ബുക്സ് ഇറക്കുന്ന ആൾക്കാരാണ്. അത് ഇന്ത്യൻ മിത്തോളജീനെ ബേസ് ചെയ്തിട്ടുള്ളതും ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളും എല്ലാം ഈ അമർ ചിത്രകഥയുടെ ബുക്സിനകത്ത് പറയുന്നുണ്ട്. ചരിത്രമാണ് അവർ പറഞ്ഞു തരുന്നത് ഈ ബുക്സിലൂടെ. സോ അതെല്ലാം നമ്മൾ വായിച്ചു പോകുമ്പം നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ്, ഒരു ബുക്ക് റീഡ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ ആ വേൾഡിൽ പോയി നമ്മൾ എന്തൊക്കെയോ റീഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ബുക്ക് ഞാൻ പറഞ്ഞ ബുക്സ് എല്ലാം നിങ്ങൾ വായിച്ചോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ആൻഡ് ബൈ. ഓക്കെ, എൻ്റെ ഈ പരംവീർ ചക്ര ചെക്കൗട്ട് ചെയ്യാതിരിക്കാൻ മറക്കല്ലേ ഗൈസ്. മാസ്റ്റർ പീസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതിനേക്കാളും ലെങ്ത് കൂടിപ്പോയി, 50 മിനിറ്റ് കൂടുതലായി ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ amarchitragada.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഗൂഗിളിൽ പോയി നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ പോയി ഇങ്ങനെ ടൈപ്പ് ചെയ്യണം, amarchitragada.com എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പോയി അങ്ങനെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അമർ ചിത്രകഥയുടെ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട അമർ ചിത്രകഥ ബുക്ക് മേടിച്ചോ. ഞാൻ നിങ്ങൾക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് പരംവീർ ചക്രയാണ്. ആദ്യം തന്നെ വലിയ ബുക്ക് വെച്ച് തുടങ്ങിക്കും, പിന്നെ നമുക്ക് ചെറിയത് നോക്കാം. ഓക്കെ, സോ ഗൈസ് ബൈ.